വിഷയത്തിൽ പറയാനുള്ളൂ. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇനിയിപ്പോ സിനിമ എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ കടന്നാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല കേട്ടോ. ഇത് നിങ്ങളെ പഴയ സോവനീറാണ്. സമസ്ത 60ാം വാർഷികം. ഇതിൻ്റെ 56ാമത്തെ പേജിൽ പറയുന്നുണ്ട്, സിനിമയെക്കുറിച്ച് പഴയ മുഷാവറയിലേക്കൊരു ചോദ്യം വന്നു. സിനിമന്റെ ഹുക്കും നിങ്ങളാ പറഞ്ഞേരണ്ടി. നിങ്ങൾ ഇതിൽ എഴുതിയില്ല എന്താ അറിയോ? അതാ വായിച്ചരാ. സിനിമയെക്കുറിച്ച് വന്ന ചോദ്യത്തിന് സിനിമ പൊതുവേ ഹറാമാണെന്ന് മറുപടി നൽകാൻ തീരുമാനിച്ചു. സിനിമ ഹറാമാണ് എന്ന് പറയുന്നതിന് പകരം സിനിമ പൊതുവേ ഹറാമാണ്. അപ്പൊ പൊതുവേ എന്നൊരു കൈത് അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ പൊതുവെ അല്ലാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? അതിന് സുന്നി വോയിസിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നു സിനിമയെക്കുറിച്ച്, കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതിൽ കാണാം, സിനിമയെ കേവലം ഒരു കലാരൂപമെന്ന നിലയിൽ കാണുന്നതിന് പകരം അതിലെ ചേരുവകൾ വിലയിരുത്തിയാണ് വിധി പറയേണ്ടത്. അപ്പൊ ചേരുവ നോക്കിയിട്ട് വിധി പറയണം എന്നാണ്. നോക്കണമെങ്കിൽ കാണണ്ടേ ആദ്യം, ചേരുവ ആദ്യം കാണണമല്ലോ. സുന്നി വോയിസ് എഴുതിയതാണ്. അതാണ് പൊതുവേ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. നിങ്ങളാണ് എൽ ബുഖാരി തങ്ങൾ അവിടെ ഇക്കട്ടെ, നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൽ കുടുങ്ങിപ്പോകുന്നത്. യാതൊരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സിനിമ എതിർക്കാൻ എന്താ അധികാരമുള്ളത്? ഏത് മൊയിലാരാ സിനിമ കാണാത്തത്? നിങ്ങളെ കൂട്ടത്തിൽ, നിങ്ങളെ മുഷാവറയിൽ തന്നെ സിനിമന്റെ അഡിക്റ്റായ ആളുണ്ട്. പേര് പറയണോ? അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തൊട്ട് കാണിച്ചു തരുന്നുണ്ട്. ആളെ ഞങ്ങൾക്കറിയാം, വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. കളി വേണ്ട. മുഷാവറയിൽ തന്നെ സുലൈമാൻ ഉസ്താദിനെ മാറ്റിക്കളി നമ്മളാളാണ്. ബാക്കി നിങ്ങളെ മൊയ്ലാന്മാരിൽ അല്ലെങ്കിൽ ഈ മൊബൈൽ എടുത്തിട്ട് എന്തൊക്കെയാ കാണല്? സിനിമ ഒന്നൊന്നുമല്ല, ബല അതിന്റെ അപ്പുറത്താണല്ലോ. ഏത് മൊയ്ലാരാതിന്ന് ഒഴിവുള്ളത്? ഞങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ പറഞ്ഞതെങ്കിൽ ഒരു സാമ്പിളിന് തരാം. നിങ്ങളെ സിനിമാ ബന്ധമൊക്കെ നിങ്ങളൊന്ന് വന്നാൽ ഞാനൊക്കെ പണ്ടേ എടുത്തു വെച്ചിന്, എന്തിനാന്ന് എനിക്കറിയില്ല. ബല മുഷാവറ മുതൽ സിനിമയുടെ അഡിക്റ്റുകളാണ്. സിനിമ കാണാതെ ഉറങ്ങാത്ത മുഷാവറ മെമ്പർ ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് യഹിയൽ ബുഖാരി തങ്ങൾ പഠിപ്പിക്കുക. ആദ്യകാലത്തുള്ള ഒരു സംഭവം പറഞ്ഞിട്ടേ അതിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരി. എന്നിട്ട് ഞാൻ നമ്പർ ഇട്ട് ഓരോന്നിനും തരങ്ങൾക്ക്. ഇപ്പൊ ഞാൻ പേരക്കുട്ടിനെ കാണിക്കണുള്ളൂ. പേരക്കുട്ടി മുതൽ തുടങ്ങാൻ വെക്ക്. APL വരെ പേരക്കുട്ടിനെ ഈ പറയണത്. കാര്യമായിട്ട് വലിയ സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോയ രംഗാണ് ആദ്യങ്ങൾ കാണാൻ പോകണം. അപ്പോൾ അത് നമ്മൾ തുടങ്ങാണ്. ആദ്യ ഡോസ് പേരക്കുട്ടി നമുക്ക് ബിസിനസ് മാനിലേക്ക് പോകാം. അതിൻ്റെ അപ്പുറത്ത് പോകണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം, അപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതിന് ചെറിയൊരു വീഡിയോ ഒന്ന് മോനെ ഒരു ഉദാഹരണത്തിന് കാണിച്ചു കൊടുക്ക്. ആ പാട്ട് ഒഴിവാക്കിയേക്ക്, അങ്ങനെ കണ്ടാൽ മതി. ഇതാ ആരാ കൂടെ നിൽക്കണെന്ന് ശരിക്ക് നോക്കിക്കോളി കേട്ടോ. ഒന്നുകൂടി ഒക്കെ ആവർത്തിച്ച് കാണ്ടിയതാ. ഉസാറുണ്ടല്ലോ. ഞാൻ ഫോട്ടോ കൂടി ഒന്നാണ് കാണിച്ചു കൊടുത്തോളെ, നല്ല വ്യക്തമാവും. ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചതല്ലതാ. ഹക്കീമദ്ദീനിന്റെ മോൻ ആമിദാണ്. നിമിഷപ്രിയനെ മറന്നോ? അതിൻ്റെ ആള്. ഇങ്ങനെ മറ്റേ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ആരാ. ഇതൊക്കെ പോയി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വിട്ട് സിനിമന്റെ ആളുകളായി ഉറങ്ങൽ തന്നെ സിനിമ കണ്ടിട്ടാണെന്നാണ് ഒരു മുഷാവറാങ്ങം. നിഷേധിക്കുങ്ങള് പേരടക്കം ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അക്കളി തുടർന്നാൽ നിങ്ങൾ എവിടെ എന്തിനാ ആരെ നിങ്ങളോട് ഇതൊക്കെ പറയാൻ പറഞ്ഞത്? വേറെ ചങ്ങായി അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ സിനിമ അല്ലാന്ന് വിചാരിച്ചോളി. നിങ്ങൾ അഭിനയം അല്ലാത്ത വേറൊന്നും നടത്താറുണ്ടോ? അഭിനയം നിങ്ങളെക്കാൾ മമ്മൂട്ടിയൊക്കെ നിങ്ങളെ താഴേക്കാരം. കാരണം നിങ്ങളിപ്പോ മശായിഹുമാരായിട്ടാണ് അഭിനയിക്കുന്നത്. അഭിനയാണല്ലോ മശായിഹുമാരായിട്ട്. ഭയങ്കര അഭിനയല്ലേ? സുഹബ നിങ്ങളൊരു ചുക്കുമല്ലല്ലോ. മാത്രല്ല നമ്മളെ മഹാത്മാവിന്റെ അഭിനയം നിങ്ങൾ കണ്ടിട്ടില്ല? മഹാത്മാവൊക്കെ ഭയങ്കര അഭിനയമാണ്. അതാണ് രാത്രി നടക്കുമ്പോൾ കുപ്പി രണ്ടെണ്ണാക്കി പൊളിച്ച് അരയിൽ വെക്കലാണ് എന്നാണ്. എന്നിട്ട് ആരെങ്കിലും വന്ന ഒറ്റ ഏറാന്നാണ്. എന്തൊക്കെ അഭിനയമാണ് ഈ അടുത്ത് വരെ നടത്തിയത്. അയാൾ തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. വെറുതെ തൊടാൻ വന്നോണ്ട് അയാൾക്കൊന്ന് കൊടുക്കാൻ വിചാരിച്ചാ കൊടുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വെറുതാന്നാ.
വെറുതെ പറയൊന്നുമല്ല. 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിഡ് വെള്ളമാന്നാ വിചാരിച്ചത്. എന്റെ ഒപ്പം 10 ഒന്നായിട്ട് കൂടി രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചു. എനിക്ക് ആദിക്കൽ ആരാണെന്ന്. നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരിന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പുകണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയപ്പിയിട്ട് പോട്ടെ. ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന്, സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടി കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഴുവൻ വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ് വലിച്ചു. ഇതിലും വലിയപ്പൊരു സിനിമൊന്നുമില്ല. നേരത്തെ അൻവരുസ്ത കുസുമം കാണിച്ച പോലെ എന്ത് ജാതി വിടലാ വിടണെന്നാണ്. അരിഷ്ട കുപ്പി ഏതാന്ന് അല്ലാഹു ആലം അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നടു പൊളിച്ചിട്ട് അരയിൽ വെച്ചു എന്നാണ്. പിന്നെ അര ഉണ്ടാവൂ? കുപ്പി പൊളിച്ച് അരയിൽ വെച്ച എന്താ ഉണ്ടായില്ല? ഞാൻ പറയണോ? എന്നിട്ടാണ്ട് എറിഞ്ഞു എന്നാണ്. ഇതന്നല്ലേ അഭിനയം എന്ന് പറയുന്നത്. ഓല് വിചാരിച്ച ആസിഡ് ബോംബാണ്, ഇയാൾ എറിഞ്ഞ കുപ്പിയാണ്. അതല്ലേ ഇത് സംഭവം. പിന്നെ പച്ച നുണ പറയണെന്ത്? നിങ്ങളെ പോസ്റ്റർ അവിടെ വലിച്ചു കീറിയിട്ടുണ്ട്, നുണ പോയി പറഞ്ഞു, ഓല് ഇവിടെ വന്ന് അടിച്ചു. ഇതൊക്കെ തന്നെ ഇപ്പൊ സിൽമി നടക്കുന്നത് അല്ലേ? നമ്മൾ കണ്ടില്ല. കണ്ടോലോട് ചോദിച്ചു നോക്കി. എന്നും രാത്രി കാണുന്ന ഉറങ്ങണ മുഷാവറങ്ങ കണ്ടോ? ഓലോട് ചോദിച്ചു നോക്കി. അപ്പൊ ഈ ജാതി വളവൊന്നും വിളക്കി ഇങ്ങോട്ട് വരണ്ട. മഹാനരായ യഹിയൽ സുഹബാഭിനയുണ്ട്. അതൊന്ന് ജസ്റ്റ് കണ്ടുപോയിക്കോട്ടെ. നമ്മളാ ചെമ്പരത്തി പൂവൊക്കെ വെച്ചിട്ട് ആ മരന്റെ മോൾ പോയി ഭയങ്കര അഭിനയല്ലേ അതൊക്കെ. സുഹബ പോയിട്ട് സ്വാദിന് വരെ അവർക്ക് അധികാരമുണ്ടോ? എന്താ വരെ അവസ്ഥ? എന്താ നിങ്ങളെ കഥ? വലിയ വലിയ അഭിനയങ്ങളല്ലേ നടത്തും നിങ്ങൾ. മുസ്ഹാഫിന്റെ നടുക്കണ്ടങ്ങൾ നിങ്ങളെ ശരീരത്ത് ഞങ്ങളൊന്ന് അളക്കാൻ തീരുമാനിച്ച എന്താകും കൂട്ടരെ? ഈ ജാതി അഭിനയ നേതാക്കൾ സത്യം പറഞ്ഞ നിങ്ങളുടെ അവസ്ഥയിലേക്കൊന്നും നടന്മാരെത്തൂല. നടന്മാരൊക്കെ സ്വർഗത്തിൽ പോയി ഒരു 10,000 കോടി കൊല്ലം കഴിഞ്ഞാൽ ഈ വ്യാജന്മാർ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കൂല. കാരണം ദീനിൽ ഫിത്ന ഉണ്ടാക്കുകയാണ് ഇവർ. ഇപ്പൊ നിങ്ങൾ പരസ്യം കൊടുത്ത എന്താ? സിറാജ് ദിനപത്രം. ആ സിറാജിന് വേണ്ടി പ്രവർത്തിച്ചോളൂ, പകരം സ്വർഗാണ് എന്നാണ്. സ്വർഗ പവൻ പകരം സ്വർഗാണ്. എന്താ ഇപ്പൊ സിറാജിന്റെ ഒക്കെ അവസ്ഥ? സിനിമനെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചലച്ചിത്രവും ചലിക്കാത്ത ചിത്രമൊക്കെ രണ്ടും ഒരേ മോഡലല്ലേ? ഒരു 3-4 സിറാജ് ഒരു ബറക്കത്തിനാണ് കാണിച്ചു കൊടുത്തേക്ക്. ഇതൊക്കെയാണ് നല്ല ഉസാറല്ലേ? സ്വർഗത്തേക്ക് നേരാണ് പോവുക. അല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് കിട്ടും. അത്രേ ഉള്ളൂ. അടുത്ത വരട്ടെ പെട്ടെന്ന് കണ്ടുപോകണം. ഇതൊന്നും കൂടുതൽ കാണാൻ പറ്റൂല നമുക്ക്. സിറാജിന്റെ ഗുണമേന്മയാണ് ഇതൊക്കെ. നിങ്ങൾ പരസ്യം ചെയ്ത് നേരെ സ്വർഗത്തിലേക്ക് അയക്കാണ്. എന്നിട്ട് നിങ്ങൾ യഹിയൽ ബുഖാരി തങ്ങളെ പഠിപ്പിക്കാൻ വന്നതാ. യഹിയൽ ബുഖാരി ഞങ്ങളുടെ നേതാവാണ്, തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. അവരെ കുറിച്ചൊരു വർത്താനം മുണ്ടിയാൽ, ചെറുവിരൽ അനക്കിയാൽ സാവിയത്തു സൂഫിയ മശായിഖിന്റെ നേതൃത്വത്തിൽ അവർക്ക് പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും അതിൽ വേണ്ട. പറഞ്ഞതിന്റെ ചുരുക്കം 5 കാര്യങ്ങളാണ് യഹിയൽ ബുഖാരി തങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിച്ചത്. ഒന്ന്, തങ്ങളവറുകളുടെ ആ സംസാരം അത് പണ്ടും തങ്ങൾ നടത്തുന്നതാണ്. വടകര ഓരുള്ളപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഇവരുള്ളപ്പോൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അന്ന് എന്താണോ നിങ്ങൾ അതിനർത്ഥം കൊടുത്തത്, ആ അർത്ഥം തന്നെ ഇപ്പോൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അന്ന് പറഞ്ഞതൊക്കെ ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞത് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു നിങ്ങൾ പരിഹസിച്ചത് നിങ്ങൾ കട്ട് ചെയ്തതാണ് ക്ലിപ്പ്. തങ്ങൾ പറയുന്നത് സ്വർഗത്തിലാന്ന് ഞാൻ പറഞ്ഞാൽ അല്ലാന്ന് പറയാൻ ആർക്ക് ധൈര്യമുണ്ട്? അത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. നിങ്ങളെ പ്രവർത്തനം നോക്കിയല്ല. സ്വർഗപ്രവേശനവും നരകപ്രവേശനവും ഈ ആശയമാണ് സയ്യിദ് അവറുകൾ പഠിപ്പിച്ചത്. സയ്യിദ് അവറുകളുടെ സംസാര ശൈലിയും അവരുടെ വർത്താനമൊക്കെ എല്ലാവർക്കും തിരിയും, നിങ്ങൾക്കും തിരിയും. ഇപ്പൊ നിങ്ങൾ നട്ടം തിരിയുകയാണ് എന്ന് മാത്രം. അതാണ് ഞങ്ങൾ പറഞ്ഞതിന്റെ ആകർത്തുക. 3, സിനിമയെ സംബന്ധിച്ച്
ഹറാമാണെന്ന് തീർത്തു പറയാൻ കഴിയാത്തത് ഞങ്ങളോട് മസ്അല ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫത്വകളാണ്. നിങ്ങൾ പറഞ്ഞത് പൊതുവേ ഹറാമാണ് എന്നാണ്. പൊതുവെ എന്ന ഖൈദ് എന്തിന്? സുന്നി വോയിസിൽ പറഞ്ഞത് അതിന്റെ ഉള്ളിലെ രുചി നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ്. രുചി നോക്കണമെങ്കിൽ കാണണ്ട കൂട്ടരെ. അപ്പൊ നിങ്ങൾ ആദ്യം എന്റെ ഹുക്കുമെന്ന് പറയും. ഹുക്കുമ് പറഞ്ഞു നിങ്ങൾ വരി, എന്നിട്ട് ഞങ്ങൾ അതിന്റെ ഹുക്കുമ് ഞങ്ങൾ ഹുക്കുമ് പറഞ്ഞില്ല, തങ്ങൾ അവരുകൾ അത് ചെയ്തു, അതിന്റെ വിഷയ പറഞ്ഞു. ഹുക്കുമ് നമ്മക്കൊന്ന് ഇരുത്തി പറയാനുണ്ട്, വരിങ്ങൾ. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. 3, 4 ആരാണ് സിനിമ കാണാത്ത മുസ്ലിയാക്കന്മാർ? നിങ്ങളുടെ മുഷാവറാംഗം വരെ സിനിമ കാണാതെ ഉറങ്ങാത്ത മുഷാവറാംഗം മർക്കസിൽ തന്നെയുണ്ട്. ഒരു കുളും കൂടി തന്നതാണ്, മർക്കസിൽ തന്നെയുണ്ട്. വീഡിയോ എടുക്കാൻ ഞങ്ങൾ അന്നനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആവശ്യം നേരത്തെ ഞാൻ പുറത്തു വിടും. പിന്നെ മറ്റൊന്ന്, നിങ്ങളുടെ വാപ്പയും മോനും പേരക്കുട്ടിയൊക്കെ മെഗാ സൂപ്പർ സ്റ്റാറുകളെ തേടി പോവാണ്. വീഡിയോ ചിത്രം അടക്കാൻ കാണിച്ചു. നിങ്ങളാണ് അതിന്റെ ആളുകൾ. മറുപടി നിങ്ങൾ പറയണം. കാലം മാറിയിട്ടുണ്ട്, നിങ്ങളെ പഴയ സംഭവമൊന്നുമല്ല. 5, നിങ്ങൾ എന്തിന്റെ പേരിലാണോ സിനിമയെ വിമർശിക്കുന്നത് അതിലേറെ വലിയ രൂപമാണ് ഇന്ന് സിറാജ് പത്രത്തിൽ അധികം വന്നിട്ടുള്ളത്. അത് സ്വർഗത്തിലേക്കുള്ള പത്രമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. പെണ്ണിന്റെ അഴിച്ചിട്ട നഗ്നമായ ഫോട്ടോ കണ്ടാൽ അത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ആണെന്ന് ഏത് കിതാബാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ആ വിചാരമൊന്നും നടക്കൂല. അന്നും ഇന്നും എന്നും ഞങ്ങൾക്ക് പറയാനുള്ളത്, മശായിഖിനെ വിമർശിച്ച മുസ്ലിയാക്കന്മാരാണ് നരകത്തിന്റെ അടിത്തട്ടിൽ. ഏത് സിനിമാ നടനെടുത്താലും അവരൊക്കെ നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ്. ഓല് ദീനിൽ തൊട്ട് കളിച്ചിട്ടില്ല. അവരെ വിഷയത്തിൽ നിങ്ങൾക്ക് തന്നെ ഹുക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. മശായിഖിനെ അവർ ഇഷ്ടപ്പെടുത്തിയാൽ അത് മതി അവർക്ക്. മശായിഖുമായുള്ള ബന്ധമാണ് അടിത്തറ. അതുകൊണ്ട് തന്നെ മശായിഖുമായി ബന്ധപ്പെട്ട് കളിച്ച് ഔസുൽ അഅ്ലം തങ്ങളെയും മടവൂര് ശൈഖുനെയും വിമർശിച്ച് ഔലിയാക്കന്മാരെ ഭ്രാന്തന്മാരാക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ കുഴഞ്ഞ വാപ്പയോട് റസൂലുള്ളാഹിനെ ഉപമിച്ച നിങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്നതിൽ തൗബ ചെയ്തില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ആര് സ്വർഗത്തിലാണ് ആര് നരകത്തിലാണ് എന്നൊന്നും തീരുമാനിക്കാൻ നിങ്ങൾ പോകണ്ട. ഔലിയാക്കന്മാർക്ക് തീരുമാനിക്കും. അത് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് വ്യാജ ഫഖീഹുകൾ വന്ന് പറയുകയും വേണ്ട. മഹാനരായ അഹ്മദുൽ കബീറുർ റിഫാഇ